Good morning. ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ലിങ്ക് ഓക്കെ ആണോ നോക്കി ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെയായിരുന്നു പഠിച്ചത്? ഫോർ സ്ട്രാറ്റജീസ് അല്ലെ? മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അല്ലേ പറഞ്ഞു നിർത്തിയത്? പ്രൊഡക്റ്റ് സ്ട്രാറ്റജി, ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജി, പ്രൊമോഷണൽ സ്ട്രാറ്റജി, പ്രൈസിംഗ് സ്ട്രാറ്റജി. ഓക്കെ, അവിടെ വരെയല്ലേ തീർത്തത്? നെക്സ്റ്റ് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഒരു ഹെഡിങ് ആണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഡെവലപ്മെന്റ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ് ആൻഡ് റീഡിസൈനിങ് ആൻഡ് ഓൾഡ് വൺ. ഇവിടെ പറഞ്ഞേക്കുന്നത് നമുക്ക് ഈ ജനറൽ ആയിട്ട് മാർക്കറ്റിങ്ങിന് വേണ്ട സ്റ്റെപ്സുകളാണ് ഈ കൊടുത്തേക്കുന്നത് കേട്ടോ. ഒരു ജനറൽ ആയിട്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകളാണ് കൊടുത്തേക്കുന്നത്. അതിന്റെ ഓരോ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞിട്ട് താഴേക്ക് സ്റ്റെപ്സുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഡെവലപ്മെന്റ് ഓഫ് ന്യൂ പ്രോഡക്റ്റ്. അപ്പൊ മാർക്കറ്റിംഗില് ആദ്യം തന്നെ എന്താ പറയുന്നത്? ഒരു പുതിയ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് അല്ലെ? ഒരു പുതിയ ഒരു ഉൽപ്പന്നത്തെ കുറിച്ചുള്ള ഒരു വികസനം. ഇപ്പൊ ഏത് പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം പറഞ്ഞേക്കുന്നത്. ഡെവലപ്മെന്റ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ്, ഒരു പുതിയ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്, ഓർ റീഡിസൈനിങ് ആൻഡ് ഓൾഡ് വൺ, അല്ലെങ്കിൽ പഴയത് റീഡിസൈൻ ചെയ്യുക, അതായത് എന്താ പുനർരൂപകൽപ്പന ചെയ്യുക. അതായത് ജനറൽ ആയിട്ട് നമ്മൾ ഒരു മാർക്കറ്റിങ്ങിന് വേണ്ട സ്റ്റെപ്സുകളാണ്. ഇതിനകത്ത് സ്റ്റെപ്പുകൾ പഠിച്ചു വെക്കണം കേട്ടോ. ജനറൽ ആയിട്ട് ഒരു ഹോസ്പിറ്റലില് ഒരു മാർക്കറ്റിങ്ങിന് വേണ്ട, ഹോസ്പിറ്റലിൽ അല്ല, ജനറൽ ആയിട്ട് മാർക്കറ്റിങ്ങിന് വേണ്ട സ്റ്റെപ്പുകള്. ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കിയേ, ജനറേഷൻ ഓഫ് ദ കോൺസെപ്റ്റ് ഓഫ് ന്യൂ പ്രോഡക്റ്റ്. ഒരു പുതിയ പ്രൊഡക്റ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആശയം സൃഷ്ടിക്കുന്നു അല്ലേ? ജനറേഷൻ ഓഫ് ദ കോൺസെപ്റ്റ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ്, ഒരു പുതിയ പ്രൊഡക്റ്റ് എന്ന ഒരു ആശയം സൃഷ്ടിക്കുന്നു. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 1 എന്താണ്? ജനറേഷൻ ഓഫ് ദ കോൺസെപ്റ്റ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ്. അത് നോക്കിയേ, അതിന്റെ താഴെ ഒരു ചെറിയൊരു സെന്റൻസ് ഉണ്ട്. ഐഡിയ ബോൺ ഇൻ ദ മൈൻഡ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ്. ഒരു ഇൻഡിവിജ്വലിന്റെ മനസ്സിൽ തോന്നിയ ഐഡിയകളാകാം, അല്ലെങ്കിലോ ഓർ ഗ്രൂപ്പ്സ്, ഒരു കൂട്ടം ആളുകളുടെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആകാം. ഇതാണ് കേട്ടോ ഒന്നാമത്തെ. അപ്പൊ സ്റ്റെപ്പ് 1 എന്തായിരുന്നു? സ്റ്റെപ്പ് 1 എന്താണ്? ജനറേഷൻ ഓഫ് ദ കോൺസെപ്റ്റ് ഓഫ് എ ന്യൂ പ്രൊഡക്റ്റ്. അപ്പൊ മാർക്കറ്റിംഗിന്റെ സ്റ്റെപ്സുകളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? ഒരു പുതിയ ഒരു പ്രൊഡക്റ്റ് എന്നുള്ള ഒരു ആശയം സൃഷ്ടിക്കുന്നു. ഒരു പുതിയ പ്രൊഡക്റ്റ് എന്നൊരു ആശയം സൃഷ്ടിക്കുന്നു. അതെങ്ങനെയാണ്? ഒരു വ്യക്തിയുടെ മനസ്സിൽ തോന്നിയതാകാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആകാം. ഇനി രണ്ടാമത്തെ നോക്കിയ സ്റ്റെപ്പ് 2 എന്താണ്? സ്ക്രീനിങ് ആണ്. സ്ക്രീനിങ് നടത്തുക അല്ലെ? എന്താണ് സ്ക്രീനിങ് നോക്കിയേ? ഐഡിയ ദാറ്റ് മീറ്റ് അപ്പ് വിത്ത് കമ്പനീസ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്രോമിസ് ഗുഡ് സെയിൽസ് ആർ ടേക്കൺ ഇൻടു കൺസിഡറേഷൻ. ഏതാ നമ്മൾ കൺസിഡർ ചെയ്യുന്നേ? ഇപ്പൊ നമ്മൾ പല ഇതിലും നമ്മൾ ഒരു പരിപാടികൾ സംഘടിപ്പിക്കുകയാണെങ്കിൽ അതിന് സ്ക്രീനിങ് നടത്താറുണ്ട്. സ്ക്രീനിങ്ങിൽ എന്താ ചെയ്യുന്നത്? എല്ലാവരുടെയും പെർഫോമൻസ് നോക്കും അല്ലെ? അവിടെ പെർഫോമൻസ് നോക്കിയിട്ട് നമ്മൾ ബെസ്റ്റ് ഏതാണ്, അതിൽ നിന്നാണ് നമ്മൾ മെയിൻ പരിപാടിയിലേക്ക് വേണ്ടത് സെലക്ട് ചെയ്യുന്നത്. അതല്ലേ സ്ക്രീനിങ്ങിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അല്ലെ? ഇവിടെ എന്താണ് മാർക്കറ്റിംഗില് സ്ക്രീനിങ് എന്താ ഉദ്ദേശിക്കുന്നത്? ഐഡിയ ദാറ്റ് മീറ്റ് അപ്പ് വിത്ത് കമ്പനീസ് ഒബ്ജക്റ്റീവ്സ്. ഒരു കമ്പനിയുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുക, അതാണ് ഒന്നാമത്. ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? ഒരു കമ്പനിയുടെ ലക്ഷ്യങ്ങള് നിറവേറ്റുക. ആൻഡ് പ്രോമിസ്, എന്ത് പ്രോമിസ് ചെയ്യണം? ഗുഡ് സെയിൽ, നല്ലൊരു സെയിലും വാഗ്ദാനം ചെയ്യണം അല്ലെ? ഒരു നല്ലൊരു സെയിലും വാഗ്ദാനം ചെയ്യണം. അതാണ് കൺസിഡർ ചെയ്യുന്നത്. സ്ക്രീനിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുന്നത്? ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നല്ലൊരു സെയിലും പ്രോമിസ് ചെയ്യുന്ന രീതിയിലുള്ളതാണ് സ്ക്രീനിങ്ങില് എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നത്. അതാണ് പരിഗണിക്കുന്നത്. രണ്ടാമത്തെ നോക്കിയ ഡിസിഷൻ മേഡ് ഈസ് ഇമ്പോർട്ടന്റ്. അവിടെ എടുക്കുന്ന തീരുമാനം എന്താ? വളരെയധികം പ്രധാനമുണ്ട് അല്ലെ?
ഡിസിഷൻ മെയ്ഡ് ഈസ്. അപ്പൊ സ്ക്രീനിങ് നടത്തി അവിടെ എടുക്കുന്ന ഡിസിഷൻ വളരെയധികം പ്രധാനമുണ്ട്. ഡിസിഷൻ മെയ്ഡ് ഈസ് ഇമ്പോർട്ടന്റ്. അപ്പൊ അതാണ് സ്ക്രീനിങ്ങിന് വരുന്നത്. ഇനി നോക്കി അവിടെ സ്ക്രീനിങ്ങില് നമ്മൾ ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. യൂസിങ് ചെക്ക് ലിസ്റ്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഫാക്ടേഴ്സ്. അപ്പൊ സ്ക്രീനിങ് നടത്തുമ്പോൾ ഈ ഫാക്ടേഴ്സ് അടങ്ങിയ ചെക്ക് ലിസ്റ്റുകളാണ് ഉപയോഗിക്കുന്നത്. ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ എന്താണ് ചെക്ക് ലിസ്റ്റ്? എന്താ ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? Checklist provides a detail for every steps in a process. ഒരു പ്രോസസ്സിന്റെ എല്ലാ സ്റ്റെപ്സിന്റെയും ഡീറ്റെയിൽസ് ആണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ താഴെ 3 കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത് അല്ലെ. ആ 3 ഫാക്ടേഴ്സ് അടങ്ങിയ ചെക്ക് ലിസ്റ്റ് സ്ക്രീനിങ്ങില് ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ 3 ഫാക്ടേഴ്സ് അടങ്ങിയ ചെക്ക് ലിസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതൊന്ന് ടിക്ക് ഇട്ട് വെച്ചോ കേട്ടോ, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണെന്നുള്ളത്. എന്താണ് ഒന്നാമത്തെ ഫാക്ടർ? എന്താ? ഫീച്ചേഴ്സ് ഓർ ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്. ഫീച്ചർ ഓർ ക്വാളിറ്റി, നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് അതിന്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സർവീസ്, ആ കൊടുക്കുന്ന സേവനത്തിന്റെ ക്വാളിറ്റി വേണ്ടേ? ക്വാളിറ്റി ഇമ്പോർട്ടന്റ് അല്ലേ? അപ്പൊ അത് നോക്കും. ഒന്നാമത്തെ ഫാക്ടർ എന്താണ്? ഫീച്ചർ ഓർ ക്വാളിറ്റി, സവിശേഷത അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി, ഗുണമേന്മ. ഒരു പ്രൊഡക്റ്റിന്റെയോ സർവീസിന്റെയോ സവിശേഷത അല്ലെങ്കിൽ ഗുണമേന്മ. രണ്ടാമത്തെ നോക്കിയേ, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് ഓർ പേഴ്സണൽസ്. ഇനി നമുക്ക് അതിന്റെ ആ ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ വേണ്ടിയുള്ള വസ്തുക്കളുടെ അവൈലബിലിറ്റി നോക്കണ്ടേ? ആ വസ്തുക്കൾ നമുക്ക് അവൈലബിൾ ആണോ? ആ റോ മെറ്റീരിയൽസ് അവൈലബിൾ ആണോ നോക്കണം. ഓർ പേഴ്സണൽ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥര്, അതിന് വേണ്ടിയിട്ടുള്ള ആളുകളുടെ അവൈലബിലിറ്റി നോക്കണ്ടേ അല്ലെ? ആ ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ആളുകളുടെ അവൈലബിലിറ്റി നോക്കണം. മെറ്റീരിയലിന്റെ അവൈലബിലിറ്റി നോക്കണം. നെക്സ്റ്റ് മൂന്നാമത്തെ നോക്കിയേ, കമ്പനീസ് ക്യാപ്പബിലിറ്റി. മൂന്നാമത്തെ കാര്യം എന്താ? ഒരു കമ്പനിയുടെ കഴിവ്. കമ്പനി ആ ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കാനായിട്ട് കേപ്പബിൾ ആണോ, അല്ലെങ്കിൽ ആ കമ്പനിക്ക് എത്ര കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതും നോക്കണം. അണ്ടർലൈൻ ചെയ്തോട്ടെ 3 കാര്യങ്ങള്. ചെക്ക് ലിസ്റ്റ് നമ്മളുള്ള ഉൾക്കൊള്ളുന്ന ഫാക്ടേഴ്സ് ആണ് കേട്ടോ, അല്ലെങ്കിൽ ഈ ഫാക്ടേഴ്സ് അടങ്ങിയിട്ടുള്ള ചെക്ക് ലിസ്റ്റ് ആണ് അവിടെ സ്ക്രീനിങ്ങിൽ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? ഫീച്ചർ ഓർ ക്വാളിറ്റി നോക്കും, ആ ഒരു പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ സർവീസിന്റെ ഫീച്ചർ അല്ലെങ്കിൽ ക്വാളിറ്റി. പിന്നെ അവൈലബിലിറ്റി നോക്കും, മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി നോക്കും. അതുപോലെ പേഴ്സണൽസ്, അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അവൈലബിലിറ്റി നോക്കും. ദെൻ അടുത്തതാണ് കമ്പനീസ് ക്യാപ്പബിലിറ്റി, കമ്പനിയുടെ കഴിവും നോക്കും. ക്ലിയർ ആയോ? 3 ഓക്കെ ആണോ? ചോദിക്കാറുണ്ട് കേട്ടോ അത് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണെന്ന്. ഓക്കെ ആണോ? യെസ്. അടുത്ത് നോക്കിയേ, ഫെസിലിറ്റീസ് റിക്വയർഡ്. എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് നോക്കിയേ? ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇനി എന്തിനുള്ള അടിസ്ഥാന സൗകര്യം വേണം? സെയിൽ ചെയ്യാൻ അല്ലെ, ആ ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ. ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അത് വിതരണത്തിനുമുള്ള അടിസ്ഥാന സൗകര്യങ്ങള് വേണം. അതാണ് ഫെസിലിറ്റീസ് പറയുന്നത്. ഫെസിലിറ്റീസ് റിക്വയർഡ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ സ്ക്രീനിങ്ങിൽ വരുന്നതാണ് കേട്ടോ, സ്ക്രീനിങ്ങില്. ഇനി അടുത്ത് നോക്കിയേ, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? ബിസിനസ് അനാലിസിസ്. ബിസിനസ് വിശകലനം, അനലൈസ് ചെയ്യും. ബിസിനസ് അനലൈസ് ചെയ്യും. നോക്കിയേ, ഇവാലുവേഷൻ ഓഫ് ഓവറോൾ കോംപ്രിഹെൻസീവ് മാർക്കറ്റ് പൊട്ടൻഷ്യൽ. എന്താണ്? മൊത്തത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ എന്താ പറയാ സ്ക്രീൻ ചെയ്തു അത് മാർക്കറ്റിലേക്ക് ഇറക്കുക എന്നുള്ള പറയുമ്പോൾ അവിടുത്തെ ഒരു വിപണി സാധ്യതകളുടെ വിലയിരുത്തൽ വേണം. ഒരു മാർക്കറ്റ് പൊട്ടൻഷ്യൽ അല്ലെ, അതിന്റെ മൊത്തത്തിലുള്ള ഒരു ഇവാലുവേഷൻ വേണം. അനലൈസ് ചെയ്യുക, അതിനെ വിലയിരുത്തുക അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുക എന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഇവാലുവേഷൻ ഓഫ് ഓവറോൾ കോംപ്രിഹെൻസീവ് മാർക്കറ്റ് പൊട്ടൻഷ്യൽ. ഇവാലുവേഷൻ ഓഫ് ഓവറോൾ കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞാൽ സമഗ്രമായ ഒരു മൊത്തത്തിലുള്ള സമഗ്രമായ വിപണി സാധ്യതകളുടെ വിലയിരുത്തൽ. അടുത്ത് നോക്കിയേ, എന്താണ് ബിസിനസ് അനാലിസിസ് ചെയ്യുന്ന അടുത്തൊരു കാര്യം? ഫിനാൻഷ്യൽ റിസോഴ്സ് ഫോർ പ്രൊഡക്ഷൻ. ആ ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമുക്ക് ഫിനാൻഷ്യൽ റിസോഴ്സ് വേണ്ടേ? സാമ്പത്തിക സ്ഥിതി വേണ്ടേ അല്ലെ? ഫിനാൻഷ്യൽ റിസോഴ്സസ്,
ഫോർ പ്രൊഡക്ഷൻ, പ്രൊഡ്യൂസ് ചെയ്യാൻ, പ്രൊമോഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. കണ്ടോ, ഇതിനെല്ലാം ഉള്ള ഒരു ഫിനാൻഷ്യൽ റിസോഴ്സുകൾ നോക്കും. ഗ്രോത്ത് റേറ്റ് ആൻഡ് പ്രൊഡക്ട്സ് കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത്, വളർച്ചാ നിരക്ക്, അതിന്റെ ഗ്രോത്ത് റേറ്റ് നോക്കും. പ്രൊഡക്ട്സ് കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത്, പ്രൊഡക്റ്റിന്റെ മത്സര ശക്തിയും, ആ ഒരു പ്രൊഡക്റ്റ് ആ ഒരു മാർക്കറ്റിൽ വരുമ്പോൾ എത്രത്തോളം കോമ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, നിങ്ങൾ എന്താ പ്രൊഡക്ട്സ്, ആ ഒരു പ്രൊഡക്റ്റിന്റെ എന്താണ് പറഞ്ഞേക്കുന്നത്, ആ ഒരു മത്സര ശക്തിയും, ഇതെല്ലാം ആ ബിസിനസ് അനാലിസിസിൽ വിശകലനം ചെയ്യുന്ന കാര്യമാണ്. മാർക്കറ്റിൽ എത്രത്തോളം ഉണ്ട് ഓവറോൾ ആയിട്ട് ഒരു കോംപ്രിഹെൻസീവ് മാർക്കറ്റ് പൊട്ടൻഷ്യൽ, അതിനെ ഇവാലുവേറ്റ് ചെയ്യും. മൊത്തത്തിലുള്ള സമഗ്രമായ വിപണി സാധ്യതകൾ വിലയിരുത്തും. ഫിനാൻഷ്യൽ റിസോഴ്സുകൾ, പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള, പ്രൊമോഷന് വേണ്ടി, ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ റിസോഴ്സുകൾ അനലൈസ് ചെയ്യും. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, ഗ്രോത്ത് റേറ്റ്, വളർച്ചാ നിരക്ക്, ആ ഒരു പ്രൊഡക്റ്റിന്റെ ഒരു കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത്, മത്സര ശക്തിയും. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ബിസിനസ് അനാലിസിസ്. ഇപ്പൊ നിങ്ങൾ ഇതിനകത്ത് സ്റ്റെപ്പുകൾ നോക്കി വെക്കണം കേട്ടോ, ഓരോ സ്റ്റെപ്സുകളും നോക്കി വെക്കുക. അപ്പൊ അതിനകത്ത് മാർക്കറ്റിംഗിന്റെ സ്റ്റെപ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നോ അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. പിന്നെ അതിൽ ആ ചെക്ക് ലിസ്റ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് അത് എന്നുള്ളത് ആ ഒരു 3 പോയിന്റും നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തതാണ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ്, ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ദ ഫീഡ്ബാക്ക് ഓഫ് കൺസ്യൂമർ റിയാക്ഷൻ, വാണ്ട്സ്, പാക്കേജിംഗ്, ബ്രാൻഡിങ്. എന്താ പറഞ്ഞേക്കുന്നേ, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്, എന്താണ് ആ ഒരു പ്രൊഡക്റ്റിനോടുള്ള കൺസ്യൂമറിന്റെ റിയാക്ഷൻ എങ്ങനെയാണ് അല്ലേ, അതിന്റെ ഒരു ഫീഡ്ബാക്ക് പ്രൊഡ്യൂസ് ചെയ്യും. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ദ ഫീഡ്ബാക്ക് ഓഫ്, എന്തിന്റെയൊക്കെ ഫീഡ്ബാക്ക്, ആ ഒരു പ്രൊഡക്റ്റിനോടുള്ള കൺസ്യൂമറിന്റെ റിയാക്ഷൻ, അവർക്കുടെ ആവശ്യങ്ങള്, കൺസ്യൂമറിന്റെ വാണ്ട്സ്, ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, പാക്കേജിങ്, ബ്രാൻഡിങ്, ഇതൊക്കെ ഇതിനെ കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യും. അണ്ടർലൈൻ ചെയ്ത സെന്റൻസ്, that department provide the feedback of consumer reaction, wants, packaging, branding, etc. ആരാണ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. അടുത്തതിൽ നോക്കിയേ, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്താ ചെയ്യുന്നത്, ചേഞ്ച് ഐഡിയ ഇൻടു ഫൈനൽ പ്രൊഡക്റ്റ്. അപ്പൊ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നു, ഐഡിയാസ് ഒരു ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് മാറ്റുന്നു. കണ്ടോ, ആ ഒരു ഐഡിയാസ് എന്തിലേക്ക് മാറ്റുന്നു, ഒരു ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് മാറ്റുന്നു. ഐഡിയാസ് ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് മാറ്റുന്നത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ചേഞ്ചസ് ഐഡിയ ഇൻടു ഫൈനൽ പ്രൊഡക്റ്റ്. അപ്പൊ ഇതും ചോദിക്കാം, ഡാഷ് ഡിപ്പാർട്ട്മെന്റ് ചേഞ്ച് ഐഡിയ ഇൻടു ഫൈനൽ പ്രൊഡക്റ്റ്. ഒരു ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് നമ്മൾ ആ ഐഡിയാസ് ചേഞ്ച് ചെയ്യുന്നത് ആരാണ്, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നു, ആ കൺസ്യൂമറിന്റെ റിയാക്ഷൻസ്, വാണ്ട്സ്, ആവശ്യങ്ങള്, പാക്കേജിംഗ്, ബ്രാൻഡിംഗ് എന്നിവയെ കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അതേസമയം എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആ ഐഡിയാസ്, അപ്പൊ ആ ഫീഡ്ബാക്ക് നോക്കി ഐഡിയാസ് ചേഞ്ച് ചെയ്തിട്ട് ആ ഐഡിയാസ് എന്ത് ചെയ്യുന്നു, ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് കൊണ്ടുവരുന്നത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് രണ്ടും അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ഓക്കെ, ലാസ്റ്റ് തന്നെ ചോദിക്കുക എക്സാമിലേക്ക്. അടുത്തത് 5ാമത്തെ സ്റ്റെപ്പാണ് ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ടെസ്റ്റ് മാർക്കറ്റിംഗ്, ടെസ്റ്റ് മാർക്കറ്റിംഗ് ആ പേരിൽ തന്നെ അറിയാം. നമ്മൾ എന്തെങ്കിലും ഒരു സാധനങ്ങളൊക്കെ എടുത്താൽ ടെസ്റ്റ് ചെയ്യൂലേ, എന്താ ടെസ്റ്റ് ചെയ്യണത്, നമ്മൾ അതെന്താ പറയാ, അതൊരു വലിയൊരു രീതിയിലേക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കുറച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും അല്ലെ, ഒരു പരീക്ഷണം നടത്തി നോക്കും അല്ലേ. ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു ടൂളാണ്. ഇറ്റ്സ് എ ടൂൾ യൂസ്ഡ് ബൈ ദ കമ്പനി. കമ്പനി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് വലിയ തോതില് മാർക്കറ്റിലേക്ക് ഇറക്കുന്നതിന് മുന്നേ നമ്മൾ ടെസ്റ്റ് ചെയ്യൂലേ അല്ലെ, അതിനു വേണ്ടിയിട്ട് അതിന്റെ ഒരു വൈബിലിറ്റി, പ്രവർത്തനക്ഷമത ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ശരിക്കും ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. Is a tool used by the company to check the viability of the new product before it is being launched into the market on a
ലാർജ് സ്കെയിൽ. ഒന്ന് മനസ്സിലാക്കി വെക്കുക, ആ പേരിൽ നിന്ന് തന്നെ അറിയാം. അതായത് ഒരു പ്രൊഡക്റ്റ് വലിയ തോതിൽ മാർക്കറ്റിലേക്ക് ഇറക്കുന്നതിന് മുന്നേ അതിന്റെ ഒരു പ്രവർത്തനക്ഷമത, അല്ലെ, ആ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കിയാൽ എങ്ങനെയുണ്ടായിരിക്കും എന്നുള്ള ഒരു പ്രവർത്തനക്ഷമത ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമ്പനിയുടെ ഒരു ടൂളാണ് ശരിക്കും ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്, അല്ലെ. അതെന്തായിരിക്കും അപ്പൊ ആ ടെസ്റ്റ് മാർക്കറ്റിംഗിന്റെ എന്ന് പറയുന്നത്? എന്താണ് പർപ്പസ്? എന്തായിരിക്കും? കൺസ്യൂമറിന്റെ റിയാക്ഷൻ എന്താന്ന് അറിയാനല്ലേ, അല്ലേ? അത് സക്സസ് ആകുമോ, ആളുകൾ അത് ബ്രാൻഡ് ആ ഒരു പ്രൊഡക്റ്റ് ആളുകൾ കൂടുതൽ വാങ്ങുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊരു ടെസ്റ്റ് ആണ് ശരിക്കും. മനസ്സിലായോ? അതെന്താണ്? അതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? കൺസ്യൂമറിന്റെ റിയാക്ഷൻ എന്താണ്, അല്ലെ? അതാണ് എയിം. എന്താണ് ഈ ടെസ്റ്റ് മാർക്കറ്റിംഗിന്റെ എന്ന് പറഞ്ഞാൽ? ടു പ്രിഡിക്ട് സെയിൽ ആൻഡ് പ്രോഫിറ്റ്. എത്രത്തോളം സെയിൽ നടക്കുന്നുണ്ട്, എത്രത്തോളം പ്രോഫിറ്റ് ലാഭം ഉണ്ടാകുന്നുണ്ട് എന്നൊക്കെ എന്താണ് പ്രിഡിക്ട് ചെയ്യാനാണ് ഈ ടെസ്റ്റ് മാർക്കറ്റിംഗ് നടക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ എന്താണ്? കൺസ്യൂമർ റിയാക്ഷൻ ടു ദ ന്യൂ പ്രൊഡക്റ്റ്. ഒറ്റ സെന്റൻസിൽ പറഞ്ഞേക്കുന്നതാണ്. ആ ഒരു പുതിയ പ്രൊഡക്റ്റിനോടുള്ള കൺസ്യൂമറിന്റെ റിയാക്ഷൻ, അതാണ് ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അഞ്ചാമത്തെ സ്റ്റെപ്പ് ടെസ്റ്റ് മാർക്കറ്റിംഗ്. ദെൻ ആറാമത്തെ സ്റ്റെപ്പാണ് കൊമേഴ്സ്യലൈസേഷൻ. എന്ന് വെച്ചാൽ എന്താണ് കൊമേഴ്സ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ? വാണിജ്യവൽക്കരണം. കൊമേഴ്സ്യലൈസേഷൻ, വാണിജ്യവൽക്കരണം. എന്താണ് പറഞ്ഞേക്കുന്നത്? ഫുൾ സ്കെയിൽ മാർക്കറ്റിംഗ്. കണ്ടോ? അപ്പൊ ടെസ്റ്റ് മാർക്കറ്റിംഗ് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്? ഫുൾ സ്കെയിൽ മാർക്കറ്റിംഗ് ആണ്. വലിയ തോതിലുള്ള വിൽക്കല് വാങ്ങല്, അതാണ് ഫുൾ സ്കെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. വലിയ തോതിലുള്ള വിൽക്കലും വാങ്ങലും. അങ്ങനെ 6 സ്റ്റെപ്പുകളാണ് ഒരു മാർക്കറ്റിംഗിന് വേണ്ടത്. ജനറൽ ആയിട്ട് ഒരു മാർക്കറ്റിംഗിന് വേണ്ട 6 സ്റ്റെപ്പുകളാണ് നമ്മൾ നോക്കിയത്. ആ 6 സ്റ്റെപ്പുകൾ പേര് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ഏതൊക്കെയായിരുന്നു? ഒരു പുതിയ പ്രൊഡക്റ്റ് എന്നൊരു ആശയം ഉടലെടുക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പില് സ്ക്രീനിങ് നടത്തുന്നു. പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പിൽ അത് അനലൈസ് ചെയ്യുന്നു, അല്ലെ, ബിസിനസ് അനാലിസിസ് നടത്തുന്നു. പിന്നെ എന്താണ്? നാലാമത്തെ സ്റ്റെപ്പില് ആ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു. പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത അടുത്ത് എന്ത് ചെയ്യും? ടെസ്റ്റ് മാർക്കറ്റിംഗ് നടത്തും. അതിനുശേഷം എന്ത് ചെയ്യുന്നു? കൊമേഴ്സ്യലൈസേഷൻ, അതായത് ഫുൾ സ്കെയിൽ മാർക്കറ്റിംഗ്, വലിയ തോതിലുള്ള വിൽക്കല് വാങ്ങല്. 6 സ്റ്റെപ്പും കിട്ടിയോ? ആ ഓർഡർ അനുസരിച്ച് തന്നെ നിങ്ങൾക്ക് ഒന്ന് ഓർത്ത് വെക്കാൻ പറ്റൂലേ? ഓക്കെ ആണോ? ഓർഡർ അനുസരിച്ച് നോക്കണം. ആദ്യം ഒരു ആശയം വന്നു, അത് കഴിഞ്ഞ് അതിനെ നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു പ്രൊഡക്റ്റിന്റെ സ്ക്രീനിങ് നടത്തി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ബിസിനസ് അനാലിസിസ്, അതിന് വിശകലനം നടത്തി. പിന്നെ പുതിയ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? നമ്മൾ സാമ്പിള്, അല്ലെ, ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് മാർക്കറ്റിംഗ് നടത്തി. പിന്നെ അടുത്തത് ഫുൾ സ്കെയിൽ മാർക്കറ്റിംഗ്. അങ്ങനെ 6 സ്റ്റെപ്സുകളാണ് ജനറൽ ആയിട്ട് ഒരു മാർക്കറ്റിംഗിന് വേണ്ടത്. പിന്നെ അതുകൂടാതെ ഞാൻ പറഞ്ഞത് ആ ഫാക്ടേഴ്സ്, 3 ഫാക്ടേഴ്സ് ചെക്ക് ലിസ്റ്റ് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത ഫാക്ടേഴ്സ് 3 നോക്കണം. പിന്നെ ഞാൻ പറഞ്ഞത് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റില് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്താ ചെയ്യുന്നത്, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്താ ചെയ്യുന്നത് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിടാം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇന്ന് തന്നെ വായിച്ചു വെക്കണം ഇത്. നെക്സ്റ്റ് നോക്കിയേ, അടുത്തത് നോക്കിയേ, സ്പെഷ്യൽ ആയിട്ട് അവിടെ പറഞ്ഞേക്കാം. ഓക്കെ, സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ മാർക്കറ്റിംഗ് എ ന്യൂ ഹോസ്പിറ്റൽ. കണ്ടോ? ഒരു പുതിയ ഒരു ഹോസ്പിറ്റലില് മാർക്കറ്റിംഗ് നടത്തുന്നതിനുള്ള സ്റ്റെപ്സ് കണ്ടോ? ഹോസ്പിറ്റലില് മാർക്കറ്റിംഗ് നടത്തുന്നതിനുള്ള സ്റ്റെപ്പാണ് അടുത്തത് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അത് നോക്കി, ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ്. ഒരു ഹോസ്പിറ്റലില് മാർക്കറ്റിംഗ്, മറ്റേത് ആദ്യത്തെ നമ്മൾ ജനറൽ ആയിട്ട് മാർക്കറ്റിംഗിന് വേണ്ട സ്റ്റെപ്പുകളെ പറഞ്ഞത്. ഇതൊരു ഹോസ്പിറ്റലില് മാർക്കറ്റിംഗ് ചെയ്യുന്നതിനുള്ള സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ മാർക്കറ്റിംഗ് എ ന്യൂ ഹോസ്പിറ്റൽ. കാർഡ് കൊടുത്തതാണ് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ്. എന്താണ് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞത്? ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ഫങ്ഷൻസ് ഹാവ് ബീൻ ബ്രോഡ്ലി അഡോപ്റ്റഡ് ആസ് എ വേ ടു ലേൺ അബൌട്ട് ദ മാർക്കറ്റ്. എന്താണ്? മാർക്കറ്റുകളെ കുറിച്ച് പഠിക്കാൻ, അട്രാക്ട് സഫിഷ്യന്റ് റിസോഴ്സസ്, ആവശ്യത്തിനുള്ള റിസോഴ്സുകളെ ആകർഷിക്കാൻ, അട്രാക്ട് സഫിഷ്യന്റ് റിസോഴ്സസ്, ആവശ്യത്തിനുള്ള റിസോഴ്സുകൾ അട്രാക്ട് ചെയ്യാൻ, ഇവോൾവ് അപ്രോപ്രിയേറ്റ് സർവീസസ്,
അനുയോജ്യമായിട്ടുള്ള സർവീസുകള് അല്ലെ വികസിപ്പിക്കാൻ and communicate the availability of such goods those who may be able to buy such services. എന്താ അത്തരം സേവനങ്ങൾ അത്തരം സർവീസുകള് വാങ്ങാൻ കഴിയുന്നവരോട് അതിന്റെ ലഭ്യത അറിയിക്കാനുമുള്ള ഒരു മാർഗമാണ് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എന്താ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേക്കാണ്. ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ഫങ്ഷൻസ് അതിലെന്താ ഉൾപ്പെടുന്നത്? ഹാസ് ബ്രോഡ്ലി അഡോപ്റ്റഡ്. എന്തിനു വേണ്ടിയിട്ടാണ് അത് അഡോപ്റ്റ് ചെയ്തേക്കുന്നത്? മാർക്കറ്റുകളെ കുറിച്ച് പഠിക്കാൻ, ആവശ്യത്തിനുള്ള റിസോഴ്സുകള് അട്രാക്ട് ചെയ്യാൻ, പിന്നെ എന്താണ് ഉചിതമായിട്ടുള്ള ഒരു സേവനങ്ങള് വികസിപ്പിക്കാൻ. ഇപ്പോൾ അപ്രോപ്രിയേറ്റ് സർവീസസ് ഉചിതമായിട്ടുള്ള സേവനങ്ങള് വികസിപ്പിക്കാൻ. And അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? Communicate the availability of such goods those who may be able to buy such service. അത്തരം ആ സർവീസുകൾ വാങ്ങാൻ കഴിയുന്നവരോട് അതിന്റെ അവൈലബിലിറ്റി അറിയിക്കാനുമുള്ള ഒരു മാർഗമായി ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് വ്യാപകമായി അതിനൊരു മാർഗമായിട്ടുള്ള പ്രവർത്തനമാണ് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടെ. As a way to learn about the market, attract sufficient resources, evolve appropriate services, and communicate the availability of such goods. അങ്ങനെയുള്ള സാധനങ്ങളുടെ അത് വാങ്ങാൻ, ആ സർവീസ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക്, അതിന് കഴിവുള്ളവരോട് അതിന്റെ ആ അവൈലബിലിറ്റി അറിയിക്കാനുമുള്ള ഒരു പ്രവർത്തനമാണ് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന്റെ കീഴിൽ വരുന്ന രണ്ട് കാര്യങ്ങളാണ് മാർക്കറ്റിംഗ് പ്ലാനും മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനും. മാർക്കറ്റിംഗ് പ്ലാനും മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനും ആ രണ്ട് കാര്യങ്ങളൊന്നും അണ്ടർലൈൻ ചെയ്തോളാം. ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിൽ വരുന്ന രണ്ട് സ്റ്റെപ്പാണ് ശരിക്കും. ഏതാണ്? മാർക്കറ്റിംഗ് പ്ലാനിങ്, മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിന്റെ കീഴിൽ വരുന്നതാണ് മാർക്കറ്റിംഗ് പ്ലാനിങ്ങും മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനും. ക്ലിയർ ആയോ? മാർക്കറ്റ് പ്ലാനിങ്, മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. ഇനി അടുത്തത് അത് തന്നെയാണ് കേട്ടോ. ഇനി നമ്മൾ ഫസ്റ്റ് പറഞ്ഞ മാർക്കറ്റിംഗ് പ്ലാനിങ്ങിന്റെ ഇലമെന്റ്സ് ആണ്. എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട് കേട്ടോ. ദ ഇലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് പ്ലാൻ. ഇനി ഇതിന്റെ നമ്മള് മെയിൻ ഹെഡിങ്ങാ പറഞ്ഞത്, അതിന്റെ സബ് ആയിട്ടുള്ള പോയിന്റ്സ് നോക്കണേ കേട്ടോ. മാർക്കറ്റ് പ്ലാനിങ് ആണ് ആദ്യം നമ്മൾ നോക്കണേ. മാർക്കറ്റ് പ്ലാനിങ്, ദ ഇലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് പ്ലാൻ. ഒരു മാർക്കറ്റിംഗ് പ്ലാന്റെ ഇലമെന്റ്സ് എന്തൊക്കെയാണ്? ഈ മാർക്കറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞ എന്താണ്? ആ പേരിന്ന് അറിയാം. അതൊന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് ഇലമെന്റ്സ് നോക്കാം. എന്താണ് മാർക്കറ്റിംഗ് പ്ലാൻ എന്ന് പറഞ്ഞാൽ? ഇതൊരു പ്ലാൻ ആണ് അല്ലെ. മാർക്കറ്റ് പ്ലാനിംഗ് എന്ന് പറഞ്ഞ പേരിന്ന് അറിയാം, ഇതൊരു പ്ലാൻ ആണ്. എന്തിനുള്ള പ്ലാനാ? ഒരു ബിസിനസിന്റെ ഗോൾസ്, അതിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈം ലൈൻ സെറ്റ് ചെയ്യുന്നതിനെയാണ് മാർക്കറ്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അതൊന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്തോ കേട്ടോ. മാർക്കറ്റ് പ്ലാനിംഗ് എനിക്ക് മനസ്സിലാവാൻ വേണ്ടി പറയണതാണ് കേട്ടോ. എക്സാമിന് ഇതൊന്നും ചോദിക്കൊന്നുമില്ല. എന്താണ് മാർക്കറ്റ് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ? ഇതൊരു പ്ലാനിംഗ് ആണ്. മാർക്കറ്റ് പ്ലാനിംഗ് എന്ന് പറഞ്ഞാല് ഇതൊരു പ്ലാനിംഗ് ആണ്. എന്തിനുള്ള പ്ലാനിംഗ്? ബിസിനസിന്റെ ഗോൾസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, ബിസിനസിന്റെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഗോൾസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ടൈം ലൈൻ സെറ്റ് ചെയ്യുന്നതിനെയാണ് മാർക്കറ്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. എന്തിനാ? ഒരു ബിസിനസിന്റെ ഗോൾസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈം ലൈൻ സെറ്റ് ചെയ്യുക. ഒരു ടൈം ലൈൻ സെറ്റ് ചെയ്യുന്നതിനെയാണ് മാർക്കറ്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. എന്നാൽ മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ എന്താണ്? മാർക്കറ്റ് ടാർഗറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രൊസീജിയർ. അത്ര എഴുതിയാൽ മതി. മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്മ്യൂണിക്കേഷൻ പ്രൊസീജിയർ ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള? മാർക്കറ്റ് ടാർഗറ്റിന് വേണ്ടി അല്ലെ. മാർക്കറ്റ് ടാർഗറ്റിന് വേണ്ടിയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രൊസീജിയർ ആണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. എക്സാമ്പിൾ പറയാൻ പറ്റുമോ? മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഏതെങ്കിലും ഒരു എക്സാമ്പിള്?
മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷന് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രൊസീജിയർ ആണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ എന്താണ്? ഒരു കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെ രീതിയിൽ നടത്താം? നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അത് നമ്മൾ എങ്ങനെ നമുക്ക് അതിന് കൺസ്യൂമറിലേക്ക് എത്തിക്കാം? സെയിൽസ്, പ്രൊമോഷൻ, പിന്നെ മീഡിയ വഴി കൊടുക്കാൻ പാടില്ലേ? കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റൂലേ? മീഡിയ, അഡ്വർടൈസ്മെന്റ്, ചാനൽ, അല്ലെ, സോഷ്യൽ മീഡിയ, ഇതൊക്കെ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ് കേട്ടോ. ഇതൊന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ. മീഡിയ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അഡ്വർടൈസ്മെന്റ്, പരസ്യങ്ങൾ കൊടുക്കാം, നമുക്ക് അഡ്വർടൈസ്മെന്റ് കൊടുക്കാം, ചാനലിൽ കൊടുക്കാം, അല്ലെ, അതൊക്കെ മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ മാർക്കറ്റ് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ആ ഗോള് നേടിയെടുക്കാൻ വേണ്ടി നമ്മളൊരു ടൈം ലൈൻ സെറ്റ് ചെയ്യുക. ഇത്ര സമയം കൊണ്ട് തീർക്കണം, അല്ലെ, ഇതിനൊരു ടൈം ലൈൻ സെറ്റ് ചെയ്യുന്നതിനെയാണ്. അല്ലാതെ നമ്മൾ ഒരുപാട് കാലങ്ങളും വർഷങ്ങളും എടുക്കാൻ പറ്റുമല്ലോ. നമ്മൾ ഇത്ര സമയത്ത് തീർക്കണം എന്നുള്ളൊരു പ്ലാൻ, ഒരു ആസൂത്രണമാണത്. ആ ബിസിനസിന്റെ ഗോൾസ് നേടിയെടുക്കാൻ വേണ്ടി ഒരു ടൈം ലൈൻ സെറ്റ് ചെയ്യുന്നതിനെയാണ് മാർക്കറ്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. മാർക്കറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ എന്താണ്? അത് ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്, കമ്മ്യൂണിക്കേഷൻ പ്രൊസീജിയർ ആണ്. ഏതൊക്കെയാ? നമുക്ക് മീഡിയ, അഡ്വർടൈസ്മെന്റ്, ചാനൽ, ഈ രീതിയിലൂടെയൊക്കെ കമ്മ്യൂണിക്കേഷൻ കൊടുക്കാം. ഇനി ഇതിന്റെ സബ് ഹെഡിങ് ആണ് നമ്മൾ പഠിക്കുന്നത്, ദ എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് പ്ലാൻ. മാർക്കറ്റിംഗ് പ്ലാന്റെ എലമെന്റ്സ് ആണ് കേട്ടോ. അതിൽ നമുക്ക് 7 എണ്ണം പഠിക്കാറുണ്ട്. ഇവിടെ നമ്പർ ഇട്ടിട്ടില്ല, നിങ്ങൾ അതൊന്ന് നമ്പർ ഇടണം. ഞാൻ ഓരോന്നും വായിക്കുമ്പോൾ അതിന് 1, 2, 3 എന്ന് പറഞ്ഞ 7 എണ്ണമാണ് കൊടുത്തേക്കണേ. അത് ഒരുമിച്ച് ബൾക്കായിട്ടാണ് കൊടുത്തേക്കണം. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ. ഒന്നാമത്തെയാണ് കേട്ടോ മാർക്കറ്റിംഗ് പ്ലാന്റെ ഘടകങ്ങൾ. ഒരു മാർക്കറ്റിംഗ് പ്ലാന്റെ എലമെന്റ്സ് എന്തൊക്കെയാണ്, ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റത്തെയാണ് സെറ്റ് യുവർ മാർക്കറ്റിംഗ് ഗോൾ. അത്രേ ഒന്നാമത്തെ പോയിന്റ് ആട്ടോ. ഒരു മാർക്കറ്റിംഗ് ഗോൾ സെറ്റ് ചെയ്യുക. നോട്ട് ഇട്ടിട്ടുണ്ട്, നമ്പർ ഉണ്ട് അല്ലേ? ഓക്കെ. ഞാനിവിടെ ഷെയർ ചെയ്തേക്കണേ, നമ്പർ ഇല്ല. ഓക്കെ ആണ് അല്ലെ? നോട്ടിലുണ്ട്. ഒന്നാമത്തെ എന്താ? സെറ്റ് യുവർ മാർക്കറ്റിംഗ് ഗോൾസ്. മാർക്കറ്റിംഗ് ഗോൾ സെറ്റ് ചെയ്യുക. രണ്ടാമത്തെ കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്. മാർക്കറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്യുക. ഇതും 7 എണ്ണം കാട്ട് എന്നെ ചെയ്ത് പഠിക്കണം കേട്ടോ. ഓർഡർ അനുസരിച്ച് പഠിച്ചു വെക്കാം. സെറ്റ് യുവർ മാർക്കറ്റിംഗ് ഗോൾസ്. രണ്ടാമത്തെ കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്. മാർക്കറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്യുക. മൂന്നാമത്തെ അനലൈസ് റിസർച്ച്. റിസർച്ച് അനലൈസ് ചെയ്യുക. അപ്പൊ കണ്ടക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? റിസർച്ച് അനലൈസ് ചെയ്യണം. പിന്നെ അടുത്ത നോക്കിയേ, ഐഡന്റിഫൈ എ ബഡ്ജറ്റ്. അടുത്തത് എന്താ? ബഡ്ജറ്റ് ഐഡന്റിഫൈ ചെയ്യണം. ബഡ്ജറ്റ് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? ഡെവലപ്പ് മാർക്കറ്റ് സ്ട്രാറ്റജീസ്. മാർക്കറ്റ് തന്ത്രങ്ങൾ ഡെവലപ്പ് ചെയ്യണം. മാർക്കറ്റ് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യണം. അടുത്ത നോക്കിയേ, ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ. ഒരു ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ ഡെവലപ്പ് ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യണം. ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ നടപ്പിലാക്കണം. ആൻഡ് അടുത്ത നോക്കിയേ, ലാസ്റ്റ് ഏഴാമത്തെ, ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്. ഒരു ഇവാലുവേഷൻ പ്രോസസ് ക്രിയേറ്റ് ചെയ്യുക. അതിന്റെ ഡീറ്റെയിൽ ആണ് ഇനി പഠിക്കുന്നത് കേട്ടോ. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നേക്കുന്നതാണ്. അപ്പൊ എലമെന്റ്സ് 7 എണ്ണം പഠിക്കാലോ. നമ്പർ ഇട്ട് 7 എണ്ണത്തിന്റെ ഹെഡിങ് പഠിച്ചു വെക്കാലോ. എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് പ്ലാൻ? Which of the following is not included in the elements of marketing plan? ഏത് എലമെന്റ്, ഏത് ഘടകങ്ങളാണ് ഒരു മാർക്കറ്റിംഗ് പ്ലാൻ? അതിനകത്ത് ഒന്നാമത്തെയാണ് സെറ്റ് യുവർ മാർക്കറ്റിംഗ് ഗോൾ. നമ്മുടെ മാർക്കറ്റിംഗ് ഗോൾ സെറ്റ് ചെയ്യുക. നമ്മുടെ ഗോള്, മാർക്കറ്റിംഗ് ഗോൾ സെറ്റ് ചെയ്യുക. Set truthful and measurable aims to achieve over the next 18 to 24 months. 18 to 24 months എന്ന് പറഞ്ഞാൽ എത്ര വർഷം വരും? 24 months എന്ന് പറഞ്ഞാൽ എത്ര വർഷം? 2 വർഷമായില്ലേ? അപ്പൊ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അത് എങ്ങനെയായിരിക്കണം പറയുന്നേ? ഒരു 2 വർഷം കൊണ്ട്, അല്ലെങ്കിൽ അടുത്ത 18 മുതൽ 24 മാസം കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾ ആയിരിക്കണം. അതെങ്ങനെയാണ്? ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള, ഒരു സത്യസന്ധമായിട്ടുള്ള, മെഷറബിൾ, അളക്കാവുന്ന, അല്ലെ, അങ്ങനെ ഒരു ഗോള്. അതെങ്ങനെയാ? ഇപ്പൊ ഒരു 10 വർഷം കൊണ്ട് നടപ്പിലാവുന്ന ഒരു ലക്ഷ്യം ആവരുത് നമുക്ക്, അല്ലെ? സത്യസന്ധവും അളക്കാവുന്നതുമായിട്ടുള്ള ഒരു ഗോള് എങ്ങനെയാണ്? പെട്ടെന്ന്, അതായത് ഒരു മാക്സിമം 18 to 24 months കൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു ഗോള് സെറ്റ് ചെയ്യുക. ഓക്കെ, ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. അത് സെറ്റ് ട്രൂത്ത്ഫുൾ ആൻഡ് മെഷറബിൾ aims to achieve over the 18 to
24 months. അതായത് 2 വർഷത്തിനുള്ളിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾ സെറ്റ് ചെയ്യുക. അതെങ്ങനെയായിരിക്കണം? ട്രൂത്ത്ഫുൾ ആയിരിക്കണം, അല്ലെ? ഒരു സത്യസന്ധമായിട്ടുള്ളതും മെഷറബിൾ, അളക്കാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് നോക്കിയേ. Due to the swift changes happening in the healthcare environment. ഇപ്പൊ നമ്മുടെ ഹെൽത്ത് കെയർ എൻവയോൺമെന്റിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ, അല്ലെ? സ്വിഫ്റ്റ് ചേഞ്ചസ്, പുതിയ പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എന്താ പറയാ, ആ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരുപാട് വർഷങ്ങൾ എടുത്ത് തീരുന്ന രീതിയിലുള്ള കാര്യമാണെങ്കിൽ നമ്മൾ ചിലപ്പോ അത് ചെയ്തു വരുമ്പോഴേക്കും നമുക്ക് അടുത്തൊരു പുതിയൊരു ഇത് വരില്ല. ഹെൽത്ത് കെയറിൽ അപ്പത്തെ പഴയ ഇത് മാറി പുതിയൊരു വരാം, അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒത്തിരി നാളെ എടുക്കുന്ന രീതിയിലുള്ള കാര്യം സെറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. കണ്ടോ? എന്തുകൊണ്ടാണ്? Due to the swift changes happening in the healthcare environment. ഹെൽത്ത് കെയർ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റം കാരണം നമ്മൾ ഒരുപാട് വർഷങ്ങൾ എടുത്ത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഗോൾ സെറ്റ് ചെയ്യരുത്. മാക്സിമം എത്രയും പറഞ്ഞേക്കുന്നത് 18 to 24 months കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾ ആയിരിക്കണം നേടിയെടുക്കേണ്ടത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്താ, we do not suggest, നമ്മൾ സജസ്റ്റ് ചെയ്യുന്നില്ല പ്ലാനിങ് സ്പെസിഫിക് ആക്ടിവിറ്റി മോർ ദാൻ 2 years in advance. കണ്ടോ? 2 വർഷത്തിൽ കൂടുതൽ വേണ്ടി വരുന്ന ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങൾ എടുക്കാൻ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അതുകൊണ്ട് സജസ്റ്റ് ചെയ്യുന്നില്ല. ഒരു എക്സാമ്പിൾ കൊടുത്തേണ്ട്, നോക്കിയേ. എക്സാമ്പിൾ കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് കുറച്ചും കൂടി ക്ലിയർ ആവും. എന്താ എക്സാമ്പിൾ പറഞ്ഞേക്കണേ? എക്സ്പാൻഡ് ദ നമ്പർ ഓഫ് new patients seen in practice by 5% within the first 6 months and 10% by the end of the first year. നമുക്ക് ഒരു ഫസ്റ്റ് 6 months, ആദ്യത്തെ 6 മാസത്തിനുള്ളിൽ പുതിയ പേഷ്യൻസിന്റെ എണ്ണം എത്രയായിരുന്നു അവിടെ? 5% എന്നുള്ളത് ആ ഇയർ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ, ആ ഒരു വർഷം അവസാനത്തോട് കൂടി അത് എത്ര ശതമാനം എക്സ്പാൻഡ് ചെയ്യണമെന്നാ പറഞ്ഞേക്കണേ? ഡബിൾ ആക്കണം. കണ്ടോ? 10% ആയി എക്സ്പാൻഡ് ചെയ്യുക. ഹോസ്പിറ്റലിലെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ കൂടുതൽ പേഷ്യൻസ് വരുന്നതല്ലേ, അല്ലേ? അപ്പൊ ആദ്യം ഫസ്റ്റ് 6 months, ആദ്യത്തെ 6 മാസത്തില് പേഷ്യൻസിന്റെ എണ്ണം 5% എന്നുള്ളത് അവസാനം, അതായത് 12 മാസം അവസാനം, ആ വർഷം അവസാനമാക്കുമ്പോഴത്തേക്കും ആ പേഷ്യൻസിന്റെ എണ്ണം എത്രയാക്കണം? അതിന്റെ ഡബിൾ ആക്കണം. കണ്ടോ? 10% ഇൻക്രീസ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ കേട്ടോ നിങ്ങള്, എന്താണ് അതിനകത്ത് പറഞ്ഞേക്കുന്ന ഒരു ആശയം എന്നുള്ളത്. ആദ്യത്തെ 6 മാസത്തിനുള്ളിൽ അന്നേരമുള്ള പുതിയ പേഷ്യൻസിന്റെ എണ്ണം 5% എന്നുള്ളത് ആ വർഷ അവസാനത്തോടു കൂടി അത് എന്താക്കണം? ഡബിൾ ആക്കണം, ഇരട്ടിയാക്കണം. അത് 10% ആക്കുക. Then അടുത്ത് നോക്കിയേ, എക്സ്പാൻഡ് യുവർ ഗ്രോസ് റവന്യൂ ബൈ 30% within 24 months. എക്സ്പാൻഡ് ചെയ്യുക, നമ്മുടെ മൊത്തം വരുമാനം 30% വിത്തിൻ 24 months, 24 മാസത്തിനുള്ളില്. 24 months പറഞ്ഞേക്കുന്നത്, 24 മാസത്തിനുള്ളില് നമ്മുടെ മൊത്തം വരുമാനം, ആ ഹോസ്പിറ്റലിന്റെ മൊത്തം വരുമാനം എത്ര ശതമാനമാക്കി എക്സ്പാൻഡ് ചെയ്യണം? 30% ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുക. ഇവിടെ ഈ എക്സാമ്പിളിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻ ഇടാറില്ല കേട്ടോ. ക്വസ്റ്റ്യൻ ഒന്നും അങ്ങനെയൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല. ഓക്കെ, എക്സാമ്പിൾ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി 2 എക്സാമ്പിൾ തന്നു എന്നുള്ളൂ. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് ആദ്യത്തെ ആ ഒരു മാസങ്ങളിൽ, ആദ്യത്തെ 6 മാസത്തില് ഇപ്പൊ നമ്മുടെ പേഷ്യൻസ് 5% ആയിരുന്നു പുതിയ പേഷ്യൻസ്. അത് ആ വർഷ അവസാനത്തിൽ പേഷ്യൻസിന്റെ എണ്ണം കൂട്ടണം. അത് 10% ആക്കി എന്ത് ചെയ്യണം? നമ്പർ ഓഫ് ന്യൂ പേഷ്യൻസ് എക്സ്പാൻഡ് ചെയ്യുക. അതുപോലെ വരുമാനം അതുപോലെ തന്നെ. കണ്ടോ? ആദ്യം ഫസ്റ്റ് ഇയറിൽ നമുക്ക് അല്ലെങ്കിൽ മൊത്തം വരുമാനം 30% എന്നുള്ളത് ആ 24 മാസത്തിനുള്ളിൽ അതെന്താക്കണം? അത് എന്ത് ചെയ്യണം? 30% എക്സ്പാൻഡ് ചെയ്യുക. ആ എത്രയാണോ ആ ഒരു ഹോസ്പിറ്റലിന്റെ വരുമാനം എന്നുള്ളത് അത് 24 മാസത്തിനുള്ളിൽ അതിന്റെ 30% വർദ്ധിപ്പിക്കുക. ക്ലിയർ ആയോ? എങ്ങനെയുള്ളതായിരിക്കണം അതൊന്ന് അണ്ടർലൈൻ ചെയ്യുക. അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. 18 to 24 മന്ത്സിനുള്ളിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന സത്യസന്ധതവും മെഷറബിൾ ആയിട്ടുള്ള ഒരു എയിം ആയിരിക്കണം, നമ്മൾ ഒരു ഗോൾ ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടാ? ഹെൽത്ത് കെയർ എൻവയോൺമെന്റിനുണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റം കാരണം
നമ്മൾ ഒരുപാട് വർഷങ്ങൾ എടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു എയിം അല്ലെങ്കിൽ ഒരു ഗോള് നമ്മൾ സെറ്റ് ചെയ്യുന്നില്ല. ഇനി രണ്ടാമത്തെയാണ്, സെക്കൻഡ് എലിമെന്റ് ആണ് കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്. മാർക്കറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്യുക. കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച് അത് ചോദിക്കാറുണ്ട് കേട്ടോ. നോക്കിയേ, മാർക്കറ്റ് റിസർച്ച് ഈസ് ദ പ്രോസസ് ഓഫ് സിസ്റ്റമാറ്റിക്കലി കളക്ടിങ്, റെക്കോർഡിംഗ് ആൻഡ് എക്സാമിനിങ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. അപ്പൊ അത് ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ്, അല്ലെങ്കിൽ ദ പ്രോസസ് ഓഫ് സിസ്റ്റമാറ്റിക്കലി കളക്ടിങ്, റെക്കോർഡിംഗ്, എക്സാമിനിങ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. അതിനെ എന്തെന്നാ പറയുന്നേ? മാർക്കറ്റ് റിസർച്ച്. അണ്ടർലൈൻ ചെയ്തോ സെന്റൻസ്? മാർക്കറ്റ് റിസർച്ച്. Market research. Market research is the process of systematically collecting, recording, and examining data and information. Clear ആയോ? സെന്റൻസ് അതുപോലെ തന്നെ അണ്ടർലൈൻ ചെയ്തിട്ടോ. ആദ്യം ഡെഫിനിഷനാ കൊടുത്തേക്കണേ. മാർക്കറ്റ് റിസർച്ചിന്റെ ഡെഫിനിഷനാ കൊടുത്തേക്കണേ കേട്ടോ. Dash is the process of systematically collecting, recording, examining data and information. അതെന്താ പറയുന്നേ? മാർക്കറ്റ് റിസർച്ച്. ക്ലിയർ ആയോ? അണ്ടർലൈൻ ചെയ്തോ അത്? യെസ്. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, about the customer competitors and market. കസ്റ്റമറിന്റെ കോമ്പറ്റേറ്റീവ്സിനെ കുറിച്ച്, എതിരാളികളെയും വിപണി മാർക്കറ്റിനെയും കുറിച്ച് മാർക്കറ്റ് റിസർച്ചിലാട്ടോ. About the customer competitors and market. കസ്റ്റമേഴ്സിന്റെ കോമ്പറ്റീറ്റേഴ്സിനെ അല്ലെങ്കിൽ മാർക്കറ്റുകളെയും കുറിച്ച്. It can be used to decide which portion of the population will buy a new product or service based on the variables such as age, gender, location and income level. എന്താ പറഞ്ഞേക്കണേ? ഏജ് അനുസരിച്ച്, പ്രായം അനുസരിച്ച്. ഇപ്പൊ ചെറുപ്പക്കാർക്കിടെയും അതുപോലെ തന്നെ പ്രായമായവർക്കിടെയും എന്താ പറയാ ട്രെൻഡുകൾ എങ്ങനെയാ? വ്യത്യാസമില്ലേ? ന്യൂജനിന്റെ ഇതാണോ ഇപ്പൊ പ്രായമായിട്ടുള്ള ആളുകളുടെ? അല്ല അല്ലെ? അപ്പൊ അതിന്റെ ഒരു കാര്യമാണ് അവിടെ ബേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഏജ്. വയസ്സ് നോക്കണം. ജെൻഡർ, മെയിൽ ആണോ ഫീമെയിൽ ആണോ അല്ലെ? അതായത് മെയിലിനും ഫീമെയിലിനും വ്യത്യാസം ഉണ്ടാവില്ലേ? അവർക്കിടെ ഓരോ പ്രൊഡക്റ്റ് കാര്യങ്ങളിലൊക്കെ വ്യത്യാസം ഉണ്ടാകാം. മെയില് ഫീമെയിൽ. ജെൻഡർ നോക്കണം. ലൊക്കേഷൻ, അവർക്കിടെ എവിടെയാണ് ലൊക്കേഷൻ. ഇൻകം ലെവൽ, വരുമാനം കണ്ടോ, തുടങ്ങിയ വേരിയബിളുകളെ അടിസ്ഥാനമാക്കിയിട്ട് എന്താ ജനസംഖ്യയുടെ ആ ഒരു പോപ്പുലേഷന്റെ ഏത് വിഭാഗമാണോ ഒരു പ്രൊഡക്റ്റോ സർവീസോ വാങ്ങേണ്ടത് എന്ന് തീരുമാനിക്കാൻ മാർക്കറ്റ് റിസർച്ച് ഉപയോഗിക്കാം. മനസ്സിലായോ? എത്ര ഉദ്ദേശിക്കുന്ന അവിടെ നമ്മൾ ഏജ് അനുസരിച്ച്, ജെൻഡർ അനുസരിച്ച്, ലൊക്കേഷൻ അനുസരിച്ച്, ഇൻകം ലെവൽ അനുസരിച്ച്, ഇതൊക്കെ പല വേരിയബിളുകളാണ് അല്ലെ? തുടങ്ങിയ ആ ഒരു വേരിയബിളുകളെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു പ്രൊഡക്റ്റോ സർവീസോ വാങ്ങാൻ പോപ്പുലേഷന്റെ ഏത് ഭാഗമാണ് തയ്യാറാവുന്നത് എന്നത് ഡിസൈഡ് ചെയ്യാൻ എന്തുപയോഗിക്കും? മാർക്കറ്റ് റിസർച്ച് ഉപയോഗിക്കാം. കണ്ടോ? ഇറ്റ് ക്യാൻ ബി യൂസ്ഡ്. എന്തിനാ ഉപയോഗിക്കുന്നത്? ഡിസൈഡ്, തീരുമാനിക്കാൻ. എന്ത് തീരുമാനിക്കാൻ? ഏത് പോർഷൻ ആണ് അല്ലെ ആ ഒരു പോപ്പുലേഷന്റെ ഏത് പോർഷൻ, ഏത് വിഭാഗമാണ് ആ ഒരു പ്രൊഡക്റ്റോ സർവീസോ വാങ്ങേണ്ടത്, വാങ്ങുന്നത് എന്ന് തീരുമാനിക്കാൻ ഈ മാർക്കറ്റ് റിസർച്ച് ഉപയോഗിക്കാം. റിസർച്ച് വെച്ചിട്ട് നമുക്ക് നോക്കാലോ. പിന്നെ അടുത്ത നോക്കിയേ, അടുത്ത മൂന്നാമത്തെ പോയിന്റ്, മാർക്കറ്റ് റിസർച്ച് ഈസ് നോർമലി പ്രൈമറി ഓർ സെക്കൻഡറി. അത് പ്രൈമറി ആകാം അല്ലെങ്കിൽ എന്താകാം, സെക്കൻഡറി ആകാം. മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത് പ്രൈമറി ആകാം, സെക്കൻഡറി ആവാം. താഴെ കൊടുത്തേ കേട്ടോ. പ്രൈമറി മാർക്കറ്റ് റിസർച്ചിൽ വരുന്നത് ഏതൊക്കെയാണ്? ടെസ്റ്റിംഗ് ലൈക്ക് സർവേകള്, അല്ലെങ്കിൽ ഫീൽഡ് ടെസ്റ്റുകള്, ഇന്റർവ്യൂകൾ ഓർ ഒബ്സർവേഷൻ. ഇതൊക്കെ പ്രൈമറി മാർക്കറ്റ് റിസർച്ചിൽ വരുന്ന, അതും അണ്ടർലൈൻ ചെയ്യുക. പ്രൈമറി മാർക്കറ്റ് റിസർച്ച് കൺസിസ്റ്റ് ഓഫ് ഡാഷ്. അതിനകത്ത് വരുന്നത് ഏതൊക്കെയാണ്? സർവേകൾ വരാം. ഈ റിസർച്ചിൽ നമുക്ക് എന്താ സർവേകൾ നടത്താൻ പാടില്ലേ? ആളുകളുടെ ഇത് സർവേ സ്കോറുകളൊക്കെ എടുക്കാം. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്ര പെർസെന്റേജ് ആളുകള് അല്ലെങ്കിൽ ആ ഒരു ഇത് ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ? അവർക്കിടെ എന്താണ് ഒരു ഫീഡ്ബാക്ക് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും.
പിന്നെ ഫീൽഡ് ടെസ്റ്റുകൾ നടത്താം, അല്ലെങ്കിൽ അവരോട് നേരിട്ട് ഇന്റർവ്യൂസ് നടത്താം, അല്ലെങ്കിൽ അവരെ ഒബ്സർവേഷൻ ചെയ്യാം. ഇതൊക്കെ പ്രൈമറി മാർക്കറ്റ് റിസർച്ചിൽ വരുന്നതാണ്. സെക്കൻഡറി മാർക്കറ്റ് റിസർച്ച് കൺസിസ്റ്റ് ഓഫ് ടെസ്റ്റ് മാർക്കറ്റിംഗ്. ടെസ്റ്റ് മാർക്കറ്റിംഗ് നമ്മൾ പറഞ്ഞില്ലേ, സെക്കൻഡറി മാർക്കറ്റ് റിസർച്ചിൽ വരുന്നതാണ് ടെസ്റ്റ് മാർക്കറ്റിംഗ്. കിട്ടിയോ? അപ്പൊ ആ ഒരു പാരഗ്രാഫിൽ നിങ്ങൾ മെയിൻ ആയിട്ട് 3 പോയിന്റ്സ് അവിടെ നോട്ട് ചെയ്ത് വെക്കണം. ഫസ്റ്റത്തെ സെന്റൻസ് നമുക്ക് ആ ഒരു ഡെഫിനിഷനാ തന്നേക്കുന്നത്. അവിടെ ആ ഡെഫിനിഷൻ ഡാഷ് ഇട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ആ ഡെഫിനിഷൻ പ്രോസസ് ഓഫ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ട് ചോദിക്കാം എക്സാമിന്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? മാർക്കറ്റ് റിസർച്ചിന് കൃത്യമായിട്ട് ആൻസർ എഴുതാം. ഓക്കെ, ഇനി അവിടെ തന്നേക്കുന്നത് മാർക്കറ്റ് റിസർച്ച് പ്രൈമറി ആകാം അല്ലെങ്കിൽ സെക്കൻഡറി ആകാം എന്ന് പറഞ്ഞു അല്ലെ. പ്രൈമറി മാർക്കറ്റ് റിസർച്ച് കൺസിസ്റ്റ് ഓഫ്, പ്രൈമറി മാർക്കറ്റ് റിസർച്ചിൽ വരുന്നത് ഏതൊക്കെയാണ്? ടെസ്റ്റിംഗ് ലൈക്ക് ഏതൊക്കെയാണ്? സർവേകള്, ഫീൽഡ് ടെസ്റ്റുകള്, ഇന്റർവ്യൂസ് അല്ലെങ്കിൽ ഒബ്സർവേഷൻ. സെക്കൻഡറി മാർക്കറ്റ് റിസർച്ച് കൺസിസ്റ്റ് ഓഫ്, സെക്കൻഡറി മാർക്കറ്റ് റിസർച്ചിൽ വരുന്നതാണ് ടെസ്റ്റ് മാർക്കറ്റിംഗ്. ക്ലിയർ ആവുന്നുണ്ടോ? പറയണേ. അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത് കൃത്യമായിട്ട് നോട്ട് ചെയ്തെടുക്കല്ലേ നിങ്ങള്. സെക്കൻഡറി മാർക്കറ്റ് റിസർച്ചിൽ വരുന്നതാണ് ടെസ്റ്റ് മാർക്കറ്റിംഗ്. ടെസ്റ്റ് മാർക്കറ്റിംഗ്. ഇനി അടുത്തത് മൂന്നാമത്തെയാണ് കേട്ടോ. എലമെന്റ്സ് ആണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. അനലൈസ് ദ റിസർച്ച്. ഈ റിസർച്ച് അനലൈസ് ചെയ്യുക, വിശകലനം ചെയ്യുക. ഇതിനകത്തൊക്കെ അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത് പോയിന്റ്സുകൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. ബാക്കിയൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി നിങ്ങൾ. ഇതിന്റെ ഉള്ളിൽ നിന്നൊന്നും അധികം ക്വസ്റ്റ്യൻസ് അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അതിനകത്ത് സ്റ്റെപ്പ് ഇലമെന്റ്സ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും തന്നെ കാണാറുണ്ട്. ഇലമെന്റ്സ് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. പിന്നെ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ബാക്കിയൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് നോക്കി, അനലൈസ് മൂന്നാമത്തെയാണ് കേട്ടോ. ഇലമെന്റ്സിൽ ഏതൊക്കെയാ? ഒന്നാമത്തെ നമ്മൾ എന്താ പറഞ്ഞത്? ഫസ്റ്റ് ഏതായിരുന്നു? സെറ്റ് മാർക്കറ്റിംഗ് ഗോൾ. ഒരു മാർക്കറ്റിംഗ് ഗോൾ സെറ്റ് ചെയ്യുക. സെറ്റ് മാർക്കറ്റിംഗ് ഗോൾ സെറ്റ് ചെയ്യുക. രണ്ടാമത്തെ എന്താണ്? മാർക്കറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്യുക. ക്ലിയർ ആയോ? 2 പോയിന്റ്സ് ക്ലിയർ ആയോ? മാർക്കറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്യുക. ഇനി മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് അനലൈസ്. ഇലമെന്റ് ആണ് കേട്ടോ. തേർഡ് ഇലമെന്റ് ആണ് അനലൈസ് ദ റിസർച്ച്. ആ റിസർച്ചിനെ വിശകലനം ചെയ്യണം അല്ലെ. ആ റിസർച്ച് അനലൈസ് ചെയ്യണം, അല്ലെങ്കിൽ വിശകലനം ചെയ്യണം. ഓക്കെ, എക്സാമിൻ the raw data we gather and brief into meaningful finding. What will be the basis of for deciding which marketing strategies make the most sense and will get the best results for your practice? എന്താണ് അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത്? നമ്മൾ ആ യാത്ര ചെയ്യുക എന്ന് വെച്ചാൽ ശേഖരിക്കുക. നമ്മൾ ശേഖരിച്ചിട്ടുള്ള ആ റിസർച്ചിലൂടെ നമ്മൾ ശേഖരിച്ചിട്ടുള്ള ആ റോ ഡേറ്റാസ് അല്ലെ, അതിനെ റോ ഡേറ്റാസ് നമ്മൾ എന്ത് ചെയ്യണം? പരിശോധിക്കണം. എക്സാമിൻ നടത്തുക. എക്സാമിൻ ദ റോ ഡേറ്റാസ്. ആ റോ ഡേറ്റാസ് എന്ത് ചെയ്യണം? ആ റിസർച്ചിലൂടെ നമുക്ക് കിട്ടിയ ഡേറ്റാസ് എന്ത് ചെയ്യണം? പരിശോധിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അത് ബ്രീഫ് ഇൻടു മീനിങ്ഫുൾ ഫൈൻഡിങ്. അതൊരു അർത്ഥവത്തലായ കണ്ടെത്തലുകളായിട്ട് നമ്മൾ ബ്രീഫ് ചുരുക്കണം. അന്ന് നോക്കിയേ, അത് ഏതൊക്കെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ്. എന്നിട്ട് അതിനകത്ത് എന്താ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നേ? നോക്കി, ഓൺ ദ വിൽ ബി ദ ബേസിസ് ഫോർ ഡിസൈഡിങ് വിച്ച് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മേക്ക് ദ മോസ്റ്റ് സെൻസ്. ഏതൊക്കെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഏറ്റവും നല്ലത്, ഏറ്റവും അർത്ഥവത്തായത്? ആൻഡ് വിൽ ഗെറ്റ് ദ ബെസ്റ്റ് റിസൾട്ട് ഫോർ യുവർ പ്രാക്ടീസ്. നമ്മുടെ പ്രാക്ടീസിന് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നത് ഏതാണ്? അതൊക്കെയാണ് അനാലിസിസ് അല്ലെങ്കിൽ വിശകലനത്തില്, 3 വിശകലനത്തിൽ വരുന്നത്. എന്താ? നമ്മൾ ശേഖരിച്ച ഡേറ്റാസ്, റിസർച്ചിലൂടെ നമ്മൾ ശേഖരിച്ച ഡേറ്റാസ്, അതിൽ നിന്ന് ഒരു മീനിങ്ഫുൾ ഫൈൻഡിങ്, ഒരു അർത്ഥവത്തായ അതിനെ ചുരുക്കുക, കണ്ടെത്തലുകളായി ചുരുക്കുകയും അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ഡിസൈഡ് ചെയ്യണം? ഏതൊക്കെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ആണ് ഏറ്റവും നല്ലത് അല്ലെ? അല്ലെങ്കിൽ നമ്മുടെ പ്രാക്ടീസിന് നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നത് ഏതാണെന്ന് നമ്മൾ അതെന്ത് ചെയ്യണം? അത് കണ്ടെത്തണം. ബെസ്റ്റ് റിസൾട്ട് ഫോർ യുവർ പ്രാക്ടീസ്. നമ്മുടെ പ്രാക്ടീസിന് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നത് ഏതാണെന്ന് കണ്ടെത്തുക.
അടുത്ത നോക്കിയ രണ്ടാമത്തെ പോയിന്റ് എന്താ? റിസർച്ച് വിൽ ഐഡന്റിഫൈ ദ റിക്വയർമെന്റ്സ് ആൻഡ് നീഡ്സ് ഓഫ് യുവർ കറന്റ് ആൻഡ് പൊട്ടൻഷ്യൽ പേഷ്യന്റ് ആൻഡ് വിൽ ഹെൽപ്പ് യു എക്സ്പ്ലെയിൻ യുവർ ടാർഗറ്റ് ഓഡിയൻസ്. അണ്ടർലൈൻ ചെയ്തോട്ടെ ആ സെന്റൻസ്. റിസർച്ചിനെ എന്തിനൊക്കെ സഹായിക്കുന്നു? will identify the requirements and needs of your current and potential practice. നമ്മുടെ ആ നീഡ്സ് എന്താണ്, ആവശ്യകതകൾ എന്തൊക്കെയാണെന്നുള്ളത് റിസർച്ചിലൂടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂലേ? പറ്റൂലേ? നമ്മൾ ഫീൽഡ് ടെസ്റ്റ്, ഇന്റർവ്യൂസ് ഇതൊക്കെ നമ്മൾ പറഞ്ഞു. അതിലൂടെ നമുക്ക് എന്താ, നമുക്ക് അവരുടെ ഈ ആളുകളുടെ റിക്വയർമെന്റ്സ്, അവരുടെ നീഡ്സ്, ആവശ്യകതകള് അതൊക്കെ എന്തൊക്കെയാണ്, പൊട്ടൻഷ്യൽ പേഷ്യൻസ്, അവരുടെ കറന്റ് ആൻഡ് പൊട്ടൻഷ്യൽ പേഷ്യൻസ്, അവരുടെ റിക്വയർമെന്റ്സ്, നീഡ്സ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് will also help you explain your target audience. നമുക്ക് ആ ഒരു ടാർഗറ്റ് ഓഡിയൻസിന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ, നമ്മുടെ ടാർഗറ്റ് എന്താണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ആ രണ്ട് പോയിന്റും ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. റിസർച്ച് വിൽ ഐഡന്റിഫൈ എന്ന് പറഞ്ഞത് ഇതിനൊക്കെയാണ് റിസർച്ച് ചെയ്യുന്നത്. Okay, this is also the right time to look back at your goals you have chosen. അല്ലോ, അടുത്ത എന്താ പറഞ്ഞത്? ഇത് ശരിയായ ഒരു സമയമാണെന്ന്. എന്തിനുള്ള സമയ? To look back. നമുക്ക് പിറകേട്ടൊന്ന് തിരിഞ്ഞു നോക്കാൻ. At your goals are chosen. നമ്മൾ തിരഞ്ഞെടുത്ത ഗോൾസ് ശരിയാണോ? നമുക്ക് അത് അറിയാൻ പറ്റും. ആ ഫീഡ്ബാക്ക് അത് കിട്ടുമ്പോൾ നമുക്ക് അതിലെന്തെങ്കിലും അയ്യോ അതിപ്പോ ഞാൻ ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ ഞാൻ തെരഞ്ഞെടുത്തത് ശരിയല്ല, നമുക്ക് വേറെ കുറച്ചും കൂടി ആളുകൾക്കിടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഒരു പുതിയൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമുക്ക് നിർമ്മിക്കാം, അല്ലെങ്കിൽ അത് ആ രീതിയിലേക്ക് ചെയ്യാം എന്നൊരു തിരിഞ്ഞു നോക്കാനുള്ള ഒരു ശരിയായ സമയം കൂടിയാണ് അനലൈസ് ദ റിസർച്ച് എന്ന് പറയുന്നത്, അല്ലെ? അതൊക്കെ നമുക്ക് അതെന്താണ്, ആളുകളുടെ കാര്യങ്ങളൊക്കെ നീഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ് ഒക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ തിരഞ്ഞെടുത്തത് ശരിയല്ലെങ്കിൽ നമുക്കത് മാറ്റാനുള്ള ഒരു അവസരം കൂടിയാണ് അനാലിസിസ് എന്ന് പറയുന്നത്. കണ്ടോ? ദിസ് ഈസ് ഓൾസോ ദ റൈറ്റ് ടൈം ടു ലുക്ക് ബാക്ക്. പുറകിലേക്ക് നോക്കാനുള്ളത്, അല്ലെ? എന്താണ് പറയാനുള്ളത്? അറ്റ് ദ ഗോൾസ് യു ആർ ചൂസൺ. നമ്മൾ തിരഞ്ഞെടുത്ത ഗോൾസ് അത് ശരിയാണോ എന്നൊന്ന് തിരിഞ്ഞു നോക്കാനുള്ള ഒരു ശരിയായ സമയം കൂടിയാണ് അനലൈസ് ദ റിസർച്ച് എന്ന് പറയുന്നത്. Based on your research finding, you may need to change some of your goals. ഇനിയിപ്പോ ആ റിസർച്ച് ഫൈൻഡിങ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? You may need to change. നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ ഗോൾസ്, നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, അല്ലേ? നമുക്കപ്പൊ എന്താണ് ഒരു ഇംപ്രൂവ്മെന്റ് നമുക്ക് വരുത്താൻ പറ്റും. നമ്മുടെ ഗോൾസ് ചേഞ്ച് ചെയ്യാനും പറ്റും. അപ്പൊ റിസർച്ച് ഫൈൻഡിങ്സ്, റിസർച്ചിലൂടെ കണ്ടെത്തിയ ആ ഒരു കണ്ടെത്തലുകള് അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഗോൾസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. യു മേ നീഡ് ടു ചേഞ്ച് സം ഓഫ് യുവർ ഗോൾസ്. നമ്മുടെ ഗോൾസ് നമുക്ക് ചേഞ്ച് ചെയ്യാനും സാധിക്കും. ക്ലിയർ ആയോ? ഓക്കെ ആവണ്ടോ? ഇനി അടുത്ത് നോക്കി, അനലൈസ് ദ റിസർച്ച്. അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഈ ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് ആൻസർ കിട്ടും. കണ്ടോ? ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു അനലൈസ് സം കീ ക്വസ്റ്റ്യൻസ്. ചില ക്വസ്റ്റ്യൻസുകൾ ഈ പറഞ്ഞേക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചേക്കാം. ഈ ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് ഒരു അനലൈസ് ചെയ്യാനും ഈ അനലൈസ് ദ റിസർച്ച് എന്ന് പറയുന്നത് ഹെൽപ്പ് ചെയ്യും. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കി? അവിടെ എന്തൊക്കെയാ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞേക്കുന്നത്? വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ് ബിറ്റ്വീൻ യുവർ പ്രാക്ടീസ് ആൻഡ് യുവർ കോമ്പറ്റേറ്റേഴ്സ്? നമ്മുടെ പ്രാക്ടീസും നമ്മുടെ എതിരാളികളും, അല്ലെ, കോമ്പറ്റേറ്റേഴ്സിന്റെ പ്രാക്ടീസും തമ്മിലുള്ള സിമിലാരിറ്റി, സാമ്യങ്ങളും വ്യത്യാസങ്ങളും എന്തൊക്കെയാണ്? അത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളെ പോലെ തന്നെ തുടങ്ങിയ നമ്മുടെ എതിരാളികളെ, നമ്മുടെ കോമ്പറ്റേറ്റേഴ്സ്, അവരുമായിട്ട് നമ്മളും അവരെ വ്യത്യസ്തനാക്കുന്നതെന്ന് കണ്ടോ? അല്ലെങ്കിൽ നമ്മളുടെയും അവരുടെയും സിമിലാരിറ്റി എന്തൊക്കെയാണ്, ഡിസിമിലാരിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ള ക്വസ്റ്റ്യൻ, അതിന് നമ്മളെ അത് അനലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. വാട്ട് മേക്ക് യുവർ പ്രാക്ടീസ് ഫ്രം യുവർ കോമ്പറ്റേറ്റേഴ്സ്? എന്താണ് നമ്മുടെ കോമ്പറ്റേറ്റേഴ്സിൽ നിന്ന് നമ്മളെ എന്താണ് ആ ഒരു എന്താ പറയാ മാറ്റുന്നത്, അതിൽ വ്യത്യസ്തനാക്കുന്നത് എന്താണ്? വാട്ട് മേക്സ് യുവർ പ്രാക്ടീസ് ഫ്രം യുവർ കോമ്പറ്റേറ്റേഴ്സ്? കോമ്പറ്റേറ്റേഴ്സിൽ നിന്നും നമ്മളെ വ്യത്യസ്തനാക്കുന്നത് എന്താണ്? ഈസ് യുവർ ലൊക്കേഷൻ മോർ ഡിസിപ്ലിൻ ദാൻ യുവർ കോമ്പറ്റേറ്റേഴ്സ്? നമ്മുടെ കോമ്പറ്റേറ്റേഴ്സുമായിട്ടുള്ള നമുക്ക് നമ്മുടെ സ്ഥാനം, നമ്മുടെ ആ ഒരു പൊസിഷൻ
അത് എതിരാളികളെക്കാൾ അഭികാമ്യമാണോ? കണ്ടോ, ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈസ് യുവർ ലൊക്കേഷൻ മോർ ഡിസറബിൾ? അഭികാമ്യമാണോ? ഡിസറബിൾ എന്ന് വെച്ചാൽ അഭികാമ്യം. നമ്മുടെ ആ ഒരു സ്ഥാനം നമ്മുടെ കോമ്പറ്റേറ്റേഴ്സിനേക്കാൾ അഭികാമ്യമാണോ? Do you promise a broader scope of services than the competitions? ആ ഒരു കോമ്പറ്റീഷനില് നമ്മുടെ ഒരു വിശാലമായിട്ടുള്ള ഒരു വ്യാപ്തി നമ്മൾ അത് പ്രോമിസ് ചെയ്യുന്നുണ്ടോ? നമ്മുടെ ഒരു സർവീസ് അവരെക്കാളും കുറച്ചുകൂടി ഒരു സ്കോപ്പ് അല്ലെ, അത് എന്ത് ചെയ്യുന്നു? പ്രോമിസ് ചെയ്യുന്നുണ്ടോ? ഓഫർ ചെയ്യുന്നുണ്ടോ? Is your promise broader scope of service than the competition? ഒരു കോമ്പറ്റീഷനില് നമ്മൾ കുറച്ചും കൂടി സ്കോപ്പ് അല്ലെ, നമ്മളിപ്പോ ഒരേപോലെ രണ്ടിട്ട് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ എവിടെയാണ് കൂടുതൽ സ്കോപ്പ് എന്ന് നോക്കും അല്ലെ, കൂടുതൽ ചാൻസ് ഉള്ളത് അല്ലെങ്കിൽ സ്കോപ്പ് നമുക്ക് പ്രോമിസ് ചെയ്യുന്നത് അവിടേക്കാണ് നമ്മൾ അത് ചെയ്യുള്ളൂ അല്ലെ, അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിലേക്കാണ് നമ്മൾ അത് ചെല്ലുള്ളൂ. അത് അവിടെ പേഷ്യൻസ് ചെന്നാലല്ലേ ആ ഒരു ഹോസ്പിറ്റലിൽ വിജയം ഉണ്ടാവുള്ളൂ അല്ലെ, മാർക്കറ്റിംഗ് സക്സസ്ഫുൾ ആവുള്ളൂ. അപ്പൊ അതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് ആൻസർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Is there a service you provide that no one else in the community presently offers? കണ്ടോ, നമ്മള് കൊടുക്കുന്ന ഒരു ഓഫർ ഇല്ലേ, നമ്മൾ ഓഫർ ചെയ്യുന്നത്, നമ്മൾ വാഗ്ദാനം ചെയ്യാത്ത ഒരു സേവനം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയില് നമ്മൾ മറ്റാരും ഓഫർ ചെയ്യാത്ത ഒരു വാഗ്ദാനം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ അനലൈസ് ചെയ്യാൻ ഈ അനലൈസ് ദ റിസർച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഉണ്ടോ, കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതിന്നൊന്നും ക്വസ്റ്റ്യൻ ഒന്നും എക്സാമിന് ഇടൂല. ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഇവിടെ കൊടുത്തില്ലേ, അതിനൊക്കെ എന്താ പറയാ അനലൈസ് ചെയ്യാനായിട്ട് അനലൈസ് ദ റിസർച്ച് എന്നുള്ളത് ഹെൽപ്പ് ചെയ്യും. ക്ലിയർ ആയോ? അതായത് നമ്മുടെ കമ്മ്യൂണിറ്റിയില് ലാസ്റ്റ് എന്താ പറഞ്ഞേക്കണേ? ഈസ് ദേർ എ സർവീസ് യു പ്രൊവൈഡ് that no one else in the community presently offers? നമ്മുടെ കമ്മ്യൂണിറ്റിയില് മറ്റാരും വാഗ്ദാനം ചെയ്യാത്ത ഒരു കാര്യം, നമ്മളൊരു സർവീസ് നമ്മൾ നൽകുന്നുണ്ടോ? മറ്റാരും കൊടുക്കാത്ത ഒരു സർവീസ് നമ്മൾ കൊടുക്കുന്നുണ്ടോ? ഉണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങള് ഇതൊക്കെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് കണ്ടോ, അങ്ങനെയുള്ള സം കീ ക്വസ്റ്റ്യൻ അത് അനലൈസ് ചെയ്യാനും അനലൈസ് ദ റിസർച്ച് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മൾ ആ സെക്കൻഡ് പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞാണ്ട് കേട്ടോ. റിസർച്ച് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? Will identify the requirements and the needs of your current and potential practice and will help you explain your target audience. നമ്മുടെ ആ ഒരു ടാർഗറ്റ് ഓഡിയൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും നമുക്ക് ആ പേഷ്യൻസിന്റെ കറന്റ് നീഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ് ഐഡന്റിഫൈ ചെയ്യാനും റിസർച്ച് ഹെൽപ്പ് ചെയ്യും. ഇനി എന്താ പറഞ്ഞേക്കുന്നത് അടുത്തത് നമ്മുടെ ആ ഒരു ഗോൾസിലേക്ക് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഗോൾസ് അല്ലെ, അത് ശരിയാണോ എന്ന് നോക്കാനുള്ള ഒരു ശരിയായ സമയം കൂടിയാണത് അനലൈസ് ദ റിസർച്ച് എന്ന് പറയുന്നത്. ദിസ് ഈസ് ഓൾസോ റൈറ്റ് ടൈം, ശരിയായ സമയമാണ്. എന്തിനുള്ളത്? ടു ലുക്ക് ബാക്ക് അറ്റ് ദ ഗോൾസ് യു ഹാവ് ചോസൺ. കേട്ടോ, നമ്മള് തിരഞ്ഞെടുത്ത ആ ഒരു ഗോൾസിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള ശരിയായ സമയം കൂടിയാണ്. ഇനി അതിന്റെ ആ റിസർച്ചിന്റെ ഫൈൻഡിങ്സ് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റും. കണ്ടോ, യു മേ നീഡ് ടു ചേഞ്ച് സം ഓഫ് യുവർ ഗോൾസ്. നമ്മുടെ ഗോൾസിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇന്ന് തന്നെ വായിച്ചു വെക്കണം കേട്ടോ. എല്ലാവരും ഇംഗ്ലീഷിലേക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് നാളെ ഉണ്ടല്ലോ, ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.